പ്രിയ കൂട്ടുകാരെ, ഞാൻ ഹന്ന മരിയ ജോസഫ്. ഉള്ളനാട് SHUP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഒക്ടോബർ 16, ലോക ഭക്ഷ്യദിനം. ആഹാരം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ലോക ഭക്ഷ്യദിനം വന്നിരിക്കുന്നു. ദാരിദ്ര്യത്തിനും പട്ടിണിക്കും എതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഭക്ഷ്യദിനം ആചരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ ഭാവി. 1979 മുതലാണ് ഭക്ഷ്യദിന ആഘോഷം ആരംഭിക്കുന്നത്. 1945 ഒക്ടോബർ 16 ഐക്യരാഷ്ട്രസഭ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകരിച്ചത്. ആ ഓർമ്മ നിലനിർത്താനാണ് എല്ലാ വർഷവും ഒക്ടോബർ 16 ലോക ഭക്ഷ്യ ദിനമായി ആചരിക്കുന്നത്. ലോകത്തെ 150-ൽ പരം രാജ്യങ്ങളിൽ ആ ആഘോഷം നടക്കുന്നുണ്ട്. ആഹാരം അമൂല്യമാണ്, അത് പാഴാക്കരുത് എന്ന ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഭക്ഷ്യദിനം എത്തുമ്പോൾ ലോകത്തെ 7-ൽ പട്ടിണി കിടക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഭക്ഷണം പാഴാക്കുന്നതിനെതിരെയും ഭക്ഷ്യവിഷത്തിനെതിരെയുമുള്ള മുന്നറിയിപ്പാണ് ഭക്ഷ്യദിനം. വെള്ളവും വായുവും പോലെ തന്നെ മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങളിൽ ഒന്നാണ് ഭക്ഷണവും. ഇത് എല്ലാവർക്കും ലഭ്യമാകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക എല്ലാ ഭരണകൂടങ്ങൾക്കും ബാധ്യതയുണ്ട്. ഭക്ഷ്യവസ്തുക്കളുടെ ഉൽപ്പന്നത്തിന് പ്രഥമ പരിഗണന നൽകി പദ്ധതി പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുകയും അവ ആവശ്യമായ അളവിൽ എല്ലാവർക്കും ലഭ്യമാകുന്ന വിധത്തിൽ പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുകയും ചെയ്യണം. ഇക്കാര്യത്തിൽ വരുന്ന പരാജയമാണ് പട്ടിണി രാജ്യങ്ങളെയും ദരിദ്ര രാജ്യങ്ങളെയും സൃഷ്ടിക്കുന്നത്. പട്ടിണി മരണം തടയാൻ ഭക്ഷ്യസുരക്ഷാ നിയമം കർശനമായി നടപ്പിലാക്കേണ്ടതുണ്ട്. UNOയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ 82ഓളം രാജ്യങ്ങൾ കടുത്ത ഭക്ഷ്യ പ്രതിസന്ധിയിലാണ്. ഭക്ഷ്യസുരക്ഷയ്ക്കായി കാർഷിക തൊഴിൽ ചെയ്യുക എന്നത് തിരഞ്ഞെടുക്കാൻ കാരണം ആരോഗ്യം, വിദ്യാഭ്യാസം എന്നീ മേഖലകൾ പോലെ തന്നെ വികസനത്തിനായി ഭക്ഷ്യസുരക്ഷയും അത്യാവശ്യമാണ് എന്നതുകൊണ്ടാണ്. പട്ടിണി നിർമ്മാർജ്ജനവും ഭക്ഷ്യസുരക്ഷയും തന്നെയാണ് മറ്റ് എന്തു വികസനങ്ങളെക്കാളും എല്ലാ കാലത്തെയും ജനങ്ങളുടെ സ്വപ്നം. നമുക്കറിയാം, ലോകത്തെ പിഞ്ചുകുട്ടികളും വയോവൃദ്ധരും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ പട്ടിണി കിടക്കുന്നത്. ഒരു വലിയ വിഭാഗം ജനങ്ങൾ പട്ടിണി കൊണ്ട് വലയുമ്പോൾ ലോകത്തെ 67 കോടി ജനങ്ങൾ അമിതവണ്ണം കാരണം ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണെന്നുള്ളത് മറ്റൊരു കാര്യം. ലോകത്തെ മുഴുവൻ ജനങ്ങളും വിശപ്പ് മാറ്റുന്നതിനുള്ള ഭക്ഷണം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ആഗോള ജനസംഖ്യയുടെ 11%-ലധികം ആളുകൾ പട്ടിണി മാറ്റാൻ കഷ്ടപ്പെടുന്നുണ്ട്. ലോകത്തിലെ സമ്പന്നവർ ഒരു ദിവസം വലിച്ചെറിയുന്ന ഭക്ഷ്യവസ്തുക്കൾ മാത്രം മതി ഒരു വലിയ വിഭാഗത്തിൻ്റെ വിശപ്പടക്കാൻ. ലോകത്തിലെ വിശക്കുന്ന ആളുകളുടെ 70% ആളുകളും താമസിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ്. അവിടെ കൃഷിയാണ് വിശപ്പടക്കാനുള്ള മാർഗം, ജീവിക്കാനുള്ള മാർഗവും. ലോകത്തെങ്ങും കാർഷിക മേഖലയ്ക്കുള്ള വിദേശ നിക്ഷേപം 20 കൊല്ലമായി കുറഞ്ഞു വരികയാണെന്നുള്ളതും ശ്രദ്ധേയമായി വരുന്ന വസ്തുതയാണ്. ദാരിദ്ര്യവും പട്ടിണിയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുഞ്ഞുങ്ങളെയാണ്. ഭക്ഷണം കഴിച്ച് വയറു നിറച്ച ശേഷം മിച്ച ഭക്ഷണം ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയും മുമ്പ് നമ്മൾ ഒരു നിമിഷം ഓർക്കണം, ഈ ലോകത്ത് ധാരാളം പേർ പട്ടിണി കിടക്കുന്നുണ്ട്. അവർക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഭക്ഷണം. നമുക്ക് ഇന്ന് ഭക്ഷണമുണ്ട്, പക്ഷേ അതില്ലാത്തവരാണ് നമ്മുടെ ചുറ്റും ജീവിക്കുന്നവർ. അവർക്ക് കൂടി ഭക്ഷണം കിട്ടുന്നതിന് നമ്മളാൽ കഴിയുന്നത് ചെയ്യണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം വിളമ്പി കഴിക്കുക. വിശപ്പ് വാഴുന്നിടത്ത് സമാധാനം നിലനിൽക്കുകയില്ല. വിശക്കുന്നവന് മുൻപിൽ യുക്തിയും ത്യാഗവും മതവും പ്രാർത്ഥനയും ഒന്നും തന്നെ വിലപ്പോവുകയില്ല എന്ന് റോമൻ ചിന്തകൻ സെനേക്കയുടെ വാക്കുകൾ ഈ ദിനത്തിൽ നമ്മൾ ഓർക്കണം. ഓരോ മണിച്ചോറും വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി
ഭക്ഷണം പാഴാക്കില്ലെന്ന് നമുക്ക് ഓരോരുത്തർക്കും ദൃഢപ്രതിജ്ഞ ചെയ്യാം.